നമസ്കാരം. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഒരു KSRTC ബസ് കണ്ടക്ടറെയാണ്. അദ്ദേഹം റിട്ടയറാണ്. YN നന്ദകുമാർ എന്നാണ് പേര്. അദ്ദേഹം റിട്ടയർ ആയതിന് ശേഷം ഒരു ശാസ്ത്ര ലോകത്ത് തന്നെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതാണ് ചേട്ടൻ്റെ ലോകം. ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എന്താണ്? ഇത് കേസറ്റ് ഇങ്ങനെ താനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവം? ഇത് ഒരു 10-20 വർഷമെങ്കിലും ആവും ഇത് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ അന്ന് വേറൊരു രൂപത്തിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പം പാട്ട് കേൾക്കാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കാസറ്റ് കറക്കി, ഇതിൻ്റെ അടിയിൽ കൂടെ കാസറ്റ് വലിച്ച് മോട്ടറൊക്കെ കറക്കി, അപ്പോൾ പാട്ട് ഇതാണ്ട് ഇതിൽ കേൾക്കും. അപ്പോൾ ഇങ്ങനെ കേൾക്കണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഹെഡ് മുകളിൽ നിന്ന് വന്ന് ഏതാണ്ട് ഈ സ്ലോട്ടിലോട്ട് ഇറങ്ങും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി ആംപ്ലിഫിക്കേഷൻ നടന്നാണ് പാട്ട് കേൾക്കുന്നത്. ഇപ്പോൾ ഹെഡ് ഇതിനകത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആംപ്ലിഫിക്കേഷൻ നടന്ന സിഗ്നലുകൾ ഈ ഹെഡിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് വരും. അത് ഇത് ക്യാച്ച് ചെയ്യും. അപ്പോൾ പാട്ട് ഇതിൽ കേൾക്കും. ഇതിനകത്ത് ആംപ്ലിഫയർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതിന്? ഉണ്ട്. എൻ്റെ പവർ സപ്ലൈ ഒക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്, അടിയിൽ കൂടെ പോകുന്നുണ്ട്, മോട്ടർ കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഹെഡിൽ നിന്നുള്ള കണക്ഷനൊക്കെ വരുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കൈ കിട്ടുന്ന, കാരണം ഇതെല്ലാം വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കോളേജ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആക്രി കടകളിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലുള്ള ഐഡിയകൾ നേരത്തെ കാണും. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ വെച്ചേക്കും. കാരണം ഇത് കമ്പോണൻസ് ഒക്കെ വാങ്ങിക്കുന്നത് എന്നെങ്കിലും എനിക്ക് റേഡിയോ മെക്കാനിസം ഒന്നുണ്ടായിരുന്നു. റേഡിയോ മെക്കാനിസം ഉണ്ട്, TV മെക്കാനിസം ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോ മെക്കാനിസത്തിൽ കിട്ടുന്ന വരുമാനം മൊത്തം ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ തന്നെ പള്ളിവിളിയാണ്, ഞാൻ കിട്ടുന്ന സാധനം മൊത്തവും ആക്രി സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി പൈസ പാഴിക്കളയണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കണ്ടെത്തി അപ്പോഴില്ലെങ്കിൽ പിന്നീടെങ്കിലും പോയി അത് വാങ്ങിക്കും. അപ്പോൾ ഇതത്രയും വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഉണ്ട്, കുട്ടിക്കാലം മുതലേ ഉണ്ടെന്ന് പറയും. കുട്ടിക്കാലം മുതലേ ശാസ്ത്രത്തോടുള്ള ഒരു താല്പര്യവും പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ശരി. അങ്ങനെ ഇതൊക്കെ എന്താ ചേട്ടാ? ഇത് ഇത് ലേസർ കൊണ്ടുള്ള ഒരു സെൻസറാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു വീടാണ് സങ്കല്പിക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്നുള്ള ലേസർ ബീം കട്ടാവുന്ന സമയത്ത് ഏത് വശത്തൂടെ കയറി കഴിഞ്ഞാലും നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും, ഒരാൾ കടന്നു വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് ചേട്ടൻ കണ്ടെത്തിയൊരു സ്കൂളിലെ കാണിക്കാൻ വേണ്ടി ഇത് ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വലുതൊക്കെ ഞാൻ ഉണ്ടാക്കി സ്കൂളിൽ തന്നെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, സ്കൂളുകളിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുമുണ്ട്.
അപ്പം സ്കൂൾ എക്സിബിഷൻ മേളയിലൊക്കെ ഞങ്ങൾ പല ഇതും കാണിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ശരി ശരി. വീട്ടിലേക്ക് ഒരു സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള രീതിയിൽ നമുക്ക് ആരെ വീട്ടിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അറിയാത്ത ആൾക്കാരും ഈ കള്ളന്മാരൊക്കെ മാത്രമല്ല, നമ്മുടെ കോമ്പൗണ്ടിൽ എത്ര ഏക്കറായിരുന്നാലും ശരി തന്നെ, എത്ര ഏക്കറായിരുന്നാലും ഈ ലേസർ ഫെൻസിങ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്കൊരു സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള രീതിയിൽ കണക്കില്ല, ലൈറ്റ് ബീമിന് കണക്കില്ല. കാരണം ഇതിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുത്താൽ പവർ ഫുൾ ലൈറ്റ് ബീം ആണെങ്കിൽ ഏക്കർ കണക്കിന് അത് ഒറ്റ ഇത് മതി. ഈ ലൈറ്റുകൾ തമ്മിൽ കണക്ട് ആകുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. അല്ലല്ല, ലൈറ്റ് കട്ടാകുമ്പോഴാണ്. ഇതിപ്പോൾ ലൈറ്റ് ഇത് ഇവിടെ സോഴ്സ് ഇതാണ്. ഇവിടെ ഈ മിററിൽ അടിക്കുമ്പോൾ ഇതൊരു 45 ആംഗിൾ വെച്ചേക്കുന്നതുകൊണ്ട് ഇത് 90 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഇവിടെ അടിച്ചിട്ട് ഇവിടെ നിന്നും 90 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് ലാസ്റ്റ് ഈ സെൻസറിൽ അടിക്കും. ഇത് ഫോട്ടോ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് കട്ടാവുന്ന സമയത്താണ് അലാറം കേൾക്കുന്നത്. ഓക്കെ. ഈ രണ്ട് ലൈറ്റുകളും കട്ടാകുമ്പോൾ ഇവിടെ അടിച്ചാലും ഈ സോഴ്സ് എന്നുള്ളത് കട്ട് ചെയ്താലും ഇവിടെ കട്ട് ചെയ്താലും ഇതേപോലെ അത് അലാറം കേൾക്കും. ശരി. ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിനകത്ത് പിന്നെ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു മോഡ്യൂൾ സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ടിൽ പിന്നെ ഫോട്ടോ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻസറാണിത്. അപ്പോൾ ഈ സെൻസറിൽ നിന്ന് ഇവിടെ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പോലെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ നെഗറ്റീവ് വോൾട്ട് കട്ടാവുമ്പോഴാണ് ഈ അലാറം സെൻസർ അങ്ങനെ രീതിയിൽ ഒരു റിലേ സംവിധാനം വഴിയാണ് ഈ അലാറം കേൾക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് വോൾട്ടേജ് കിട്ടും, അപ്പോഴും ആക്റ്റീവ് ആകത്തില്ല. പക്ഷേ ലൈറ്റ് കട്ടാകുമ്പോഴത്തേക്ക് നെഗറ്റീവ് വോൾട്ട് ചെന്ന് ഇതിനെ ഓണാക്കി. അത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ? ഈ സാധനങ്ങൾ ഇപ്പോൾ ഇത് തന്നെ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഇളക്കിയ ഒരു സാധനം എടുത്ത് കളയാൻ വെച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഇതും ഒരു ചെറിയ ഏഷ്യാനെറ്റിൻ്റെ ഈ ചെറിയൊരു പവർ സോഴ്സാണത്. ഓക്കെ. ആംപ്ലിഫയർ പോലെ സെറ്റപ്പ് ബോക്സ് കവർ. അപ്പോൾ ഈ കവറുകൾ കിട്ടിക്കഴിഞ്ഞാൽ കളയത്തില്ല, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. എന്തായാലും നമുക്ക് ഓരോ സാധനങ്ങൾ വീതം നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഇനി ഇതെന്താ ഇതിൻ്റെ പണി പൂർത്തിയായോ? ഇത് പൂർത്തീകരിക്കുന്നു. ഇത് അൾട്രാസോണിക് റിസീവ് ചെയ്യുന്ന സാധനം, ഇത് അൾട്രാസോണിക് സെൻഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ അൾട്രാസോണിക്കിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഉപകരണം ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത് തന്നെ അതായത് ഞാൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. അവിടെ ഈ ഫോട്ടോ കമ്മ്യൂണിക്കേഷൻ്റെ ഇതിനൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഞാൻ പോകും. അവർ അൾട്രാസോണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ആൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഉണ്ടാക്കി ഒരുപാട് നാളായി. ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങളും ഇതെല്ലാം ലോ കോസ്റ്റ് മെറ്റീരിയൽസാണ്. അപ്പോൾ ഇത് കാണിക്കണം. അതായത് നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ചേട്ടൻ്റെ? എല്ലാ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള അൾട്രാസോണിക്, ഇൻഫ്രാറെഡ് അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ഞാൻ പരീക്ഷണത്തിന് വേണ്ടി പല സാധനങ്ങളും എനിക്ക് അത് പിന്നീട് ടെസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള ഉപകരണങ്ങളാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് സ്കൂളുകളിൽ ഞാൻ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പല സ്കൂളുകാരും എന്നെ വിളിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-50 സാധനങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രത്യേക പോയിന്റിലാണ് വരുന്നത്. കറക്റ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് കാണിക്കുക.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്തും ഇത് പോകും. റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ തകിടിൽ അടിച്ചു കൊടുത്താൽ അത് അവിടെ നിന്ന് റിഫ്ലക്റ്റായി പോകണം അറിയാൻ പറ്റും. ഒരു പ്രത്യേക പോയിൻ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിപ്പോൾ അത് മാറി, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഫ്രീക്വൻസി കുറച്ചാൽ ഇപ്പോൾ 20,000 ഹെർട്സിന് താഴെ വന്നുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് പോകുന്നുണ്ട്, അൾട്രാസോണിക് വേവ്സ് പോകുന്നുണ്ട്. ഇദ്ദേഹം വണ്ടിയുടെ ഹോണിന്റെ സാധനങ്ങൾ കട്ടി സൈക്കിളിന്റെ ഹോൺ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു വൈഡ് റേഞ്ചിൽ ഇങ്ങനെ പോകും. അത് കുറച്ചുകൂടെ ഇങ്ങനെ ദൂരത്തേക്ക് കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ടോർച്ചിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അതെ, കാരണം ഇത് അടിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റണം, ഒരു ഇൻഡിക്കേഷനിലൂടെ അറിയാൻ പറ്റണം. ഇത് സ്വന്തം സർക്യൂട്ടുമാണ്, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സർക്യൂട്ടുമാണ്. ഈ ചേട്ടൻ ഇത് ആരെങ്കിലും പാരമ്പര്യമായിട്ട് മുൻപ് ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധമുള്ളതാണോ? അങ്ങനെയാണോ ഇത് കിട്ടിയത്? എങ്ങനെയാണ്? പണ്ട് റേഡിയോ കടയിൽ പോയി പഠിക്കാൻ പോകുന്ന സമയത്ത് റേഡിയോ കടയിൽ പോയി റേഡിയോ മെക്കാനിസം പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ അതിനുമ്പോൾ റേഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുമായിരുന്നു എന്നുള്ളതുണ്ട്. അപ്പം ഇതിനൊരു ബേസിക് തിയറി വേണമല്ലോ. അങ്ങനെ റേഡിയോ കടയിൽ പോയി സർക്യൂട്ടൊക്കെ വാങ്ങിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ഒരു 2 മാസം കൊണ്ട് തന്നെ റേഡിയോ അസംബിൾ ചെയ്യാൻ പഠിച്ച്. പിന്നെ റേഡിയോയിലൂടെ പരീക്ഷണം എന്ന് പറയുമ്പോൾ വയർലെസ് ഉണ്ടാക്കി, രാത്രി കാലങ്ങളിൽ വയർലെസ് ഉണ്ടാക്കി വീട്ടിൽ ഇരുന്ന് പാട്ട് കേൾപ്പിച്ചിട്ട് ഈ റേഡിയോ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ റേഡിയോ കൊണ്ട് നടക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ ദൂരെയൊക്കെ ഞാൻ വീട്ടിൽ ഇരുന്ന് പാട്ട്. പക്ഷേ അന്ന് അറിഞ്ഞൂടായിരുന്നു ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന മറ്റ് ട്രാൻസ്മിഷന് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റും, നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും. പക്ഷേ കുട്ടിക്കാലത്ത് ഇതൊക്കെ പരീക്ഷണങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു. അപ്പോൾ ട്രാൻസ്മിറ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഉണ്ടാക്കിയ ചെറിയ ഉപകരണം, വളരെ ചെറിയ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കിയെടുത്ത് കിലോമീറ്റർ കണക്കിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പവർഫുള്ളായിട്ട് ഉണ്ടാക്കണേ നമ്മൾ കുറച്ചുകൂടെ നല്ല പഴയ വാൽവ് റേഡിയോയിൽ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ദൂരെ കിട്ടും. പക്ഷേ അതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് പോലീസൊക്കെ വീട്ടിൽ വരും. കാരണം അവരെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് അറിയിക്കാനൊക്കെ അതിന് സംവിധാനമുണ്ട്. അതുകൊണ്ട് ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കും, താഴോട്ട് അടിച്ചാൽ മതി. ഏതാണ് ആ ബോക്സിൽ ഒരു സ്വിച്ച് ഉണ്ട്, താഴോട്ട് അടിച്ചാൽ. ഇതാണോ? സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ മോഡലാണ് അതിൽ വരുന്നത്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഒത്തിരി കൂടെ ചാർജ് ചെയ്ത് കൊടുത്താൽ ഇതിനിങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിന് പരിധിയില്ല. ലേസർ എത്ര കിലോമീറ്റർ ദൂരം ആണെങ്കിലും പോകും. ഇപ്പം നമുക്ക് ഒരു ഡിസാസ്റ്ററൊക്കെ നടക്കുന്ന മേഖലകളിൽ ആറ്റിൻ്റെ അക്കരെ ഇക്കരെയൊക്കെ നിന്നിട്ട് നമുക്ക് ഒരു പക്ഷേ മൊബൈൽ റേഞ്ച് ഇല്ലെങ്കിൽ പോലും ഇത് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റ് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കടലിൽ പോകുന്നവരൊക്കെ തന്നെ ഈ ലൈറ്റ് അടിച്ചു കൊടുക്കില്ലേ, ലൈറ്റ് ഹൗസ്, സെർച്ച് ലൈറ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ ഒരു സംവിധാനം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വള്ളത്തിൽ പോകുന്നവർക്ക് നമുക്ക് ഒരു സിഗ്നൽ കൊടുക്കാൻ പറ്റും, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ. ടവർ കേന്ദ്രീകരിച്ച് പിന്നെ കൊല്ലത്തൊക്കെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ കറക്കി അടിക്കുന്ന ലൈറ്റിൽ കൂടെ നമുക്ക് മെസ്സേജും കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സാധാരണ ലൈറ്റും ഇതിൽ പറ്റും. അതുകൊണ്ട് ഇത് സാധാരണ ലൈറ്റ് അതും ഇതിൽ കണക്ട് ആവില്ലേ? ഹലോ അത് ഈ മൂളൽ ഇതിൽ ഇത്തിരി ചാർജ് കുറവായിരുന്നു.
ഹലോ. ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ കിട്ടും. ഹലോ ഹലോ. ഈ മോളിൽ വരത്തില്ല, അത് നല്ല രീതിയിൽ കിട്ടും. സൗണ്ട് കേൾക്കാം. ഹലോ ഹലോ എന്ന് കേൾക്കാൻ പറ്റും. അത് ഇവിടെ നിന്ന് എത്ര ദൂരെ കൊണ്ട് വെച്ചിട്ട് ഈ പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിരുന്നാൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഈ കണ്ടുപിടുത്തത്തിനൊക്കെ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ഇന്നോവേഷൻ അവാർഡ്. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് അവാർഡ് മാത്രമേ ഉള്ളൂ. 1 രൂപ പോലും അവിടെ നിന്ന് നമുക്ക് തരത്തില്ല. ഇഷ്ടംപോലെ ഫണ്ട് കെട്ടിക്കിടക്കുന്നുണ്ട്, പക്ഷേ അവർ തരത്തില്ല. അവർ ഇത് നോക്കാൻ പോലും വന്നിട്ടില്ലെന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ എന്താ? ഇതെന്താ ചേട്ടാ? അത് കാണിക്കും. ഇത് ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇൻപുട്ടും അതേപോലെ ഒരു ഔട്ട്പുട്ടും കൂടെ ചേർന്ന് ഒരു ഫീഡ്ബാക്ക് ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ചെറിയൊരു ഇൻഡക്റ്റൻസിൽ അവിടെ ഔട്ട്പുട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ അടുത്ത് വരുമ്പോൾ ഇത് കിട്ടുന്നത്. പക്ഷേ തിരിച്ചു വെച്ചാൽ ഇല്ല. തിരിച്ചു വെച്ചാൽ ഇല്ല. അപ്പോൾ ഈ ഒറ്റ വളയമാണെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു കോയിൽ പോലെ വളച്ച് വയ്ക്കുമ്പോൾ ആ ഫ്രീക്വൻസി അവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ അല്ല ഈ FM റേഡിയോ തുറന്നു പോയി കഴിഞ്ഞാൽ ചില കമ്പികൾ വെറുതെയൊക്കെ വളച്ച് വെച്ചേക്കുന്ന നമുക്ക് തോന്നും. ആ കമ്പി പിടിച്ച് നൂത്തി കഴിഞ്ഞാൽ പാട്ട് കേൾക്കില്ല. പിന്നെ ആ കമ്പി വരെ ചുരുളും ആ ഫ്രീക്വൻസി നെറ്റ്വർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഇൻഡക്റ്റൻസുമായിട്ട് ചേർന്നാണ് RC കപ്ലിംഗ് നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ കപ്പാസിറ്ററും കോയിലും കൂടെ ചേർന്ന ഒരു പ്രത്യേക ഫ്രീക്വൻസി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് FM-ൻ്റെ ആ ഫ്രീക്വൻസിയിൽ അത് കിട്ടുന്നത്. നമ്മൾ വെറുതെ ഒരു ചുരുളല്ലേന്ന് പറഞ്ഞ് വലിച്ച് നീക്കിയാലും പറ്റില്ല, അടുപ്പിച്ചാലും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇത് മെഴുക് ഉരുക്കി സീൽ ചെയ്തേക്കുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാതിരിക്കുക. അതേപോലെ ഈ ഒരു ഇൻഡക്റ്റൻസിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്പുട്ടിലോട്ട് പോകുന്ന ഒരു ഇതാണ്. ഇത് ഇൻപുട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ ഇത് കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഇതിനൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഞാൻ ഇപ്പോൾ അതിൽ കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചുമ്മാ കാണിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വെച്ചാൽ ഇല്ല. ഇല്ല. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഇൻഡക്റ്റൻസ് കാണിക്കുന്ന ഒരു ഉപകരണമാണ് ഫീഡ്ബാക്ക് ഇൻഡക്റ്റൻസ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഒരു ചെറിയ കമ്പിയൊക്കെ വെച്ചെടുത്താൽ ചൂടായി പഴുത്ത് വരും. ഇവിടെ വെച്ച് വരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കണ്ട് ഈ ലൈറ്റ് കത്തുന്നത്. ഇൻഡക്ഷൻ പോലെ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോലെ. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ചുറ്റി. ഇത് പ്രൈമറി എന്ന് പറയാം, ഇത് സെക്കൻഡറി എന്ന് പറയാം. മ്യൂച്വൽ ഇൻഡക്ഷൻ പോലെ. അത് സ്കൂൾ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് ഒരു വൈദ്യുത പ്രവാഹം. അത് ട്രാൻസ്ഫോമർ കപ്ലിങ്ങിലൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ ഇവിടെ കോർ വെച്ച് കഴിഞ്ഞാൽ ആ കോറിൻ്റെ എൻഡിൽ നമ്മൾ ചുറ്റി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. 10ാം ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ പഠിക്കാനുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അതേസമയം ഒരു കമ്പിയാണ് നിങ്ങൾ വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നല്ലതുപോലെ പഴുത്ത് വരുന്നത് കാണാം. ഉരുക്കാൻ സാധ്യത. ഇപ്പോഴുള്ള ടെക്നോളജി വെച്ച് ഉരുക്കാനും പറ്റും. കുറച്ച് കഴിയുമ്പോൾ അത് ഉരുവും, ചൂടാവും. ഒരു ചെറിയ കനത്ത കമ്പിയൊക്കെ വയ്ക്കാന്നുണ്ടെങ്കിൽ നല്ല ഹീറ്റ് വരും അവിടെ. ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ ഈ കമ്പി പഴുത്ത് വരുന്നത് കാണാൻ പറ്റും. അവിടെ വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഴുത്ത് വരുന്നത്. ചെറിയ ചൂടേ ഉള്ളൂ, വലുതായിട്ട് ചൂടാവും. വേറെ കമ്പി വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത് വരും. ഇത് 2 മോസ്ഫെറ്റ് വെച്ച് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണത്. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കോയിലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കോയിലിൽ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു കമ്പി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള
ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്പി പഴുത്ത് ഉരുവും ആ അവസ്ഥയിലെത്തും. അപ്പോൾ ഇതിനാണ് അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്ററിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് ഇവിടെ ഒരു തകിട് വെച്ചിരുന്നാൽ ആ തകിടിലോട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ തകിടിൽ വോൾട്ടേജ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഷോർട്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസസ് മൂലമാണ് നമുക്ക് ഇൻഡക്ഷൻ ഹീറ്ററിൽ ഇൻഡക്ഷൻ ഹീറ്റർ ഉപയോഗിച്ച് പാത്രങ്ങൾ ചൂടാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന കറണ്ട് ആ പാത്രത്തിൽ ഷോർട്ടാവുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റീൽ തന്നെ ഒരു റെസിസ്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് അതിൽ ഷോർട്ടാകുമ്പോൾ നമ്മൾ ഹീറ്റർ വെച്ച് ചൂടാക്കുന്നത് പോലെ ആ പാത്രം ചൂടാവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തിരുന്നാൽ മതി, പാത്രം അതിൻ്റെ അടുത്തിരുന്നാൽ ചൂടായി ആഹാരം പാചകം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചാർജ് ഹൈ വോൾട്ടിൽ പിന്നെ അറ്റ്മോസ്ഫിയറിലെ എയർ ഹൈ വോൾട്ടിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്ലാസ്മ ഉണ്ടാവും. ഇതിപ്പോൾ ഇതിനകത്തൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റും. ചാർജ് കുറവാന്ന് തോന്നുന്നു അല്ലേ? ചാർജ് കുറവാണ്. ഇത് മാഗ്നറ്റാണ്, മാഗ്നറ്റിക് സ്വിച്ച് എന്ന് പറയും. ഇവിടെ അടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ബെല്ല് കേൾക്കുന്നത്. സ്വിച്ച് ഓൺ ആവുന്നുണ്ട്, ബാറ്ററി ഇട്ടിട്ടുണ്ട്. കാന്തം വയ്ക്കുന്ന സമയത്ത് മാഗ്നറ്റിക് സ്വിച്ചിന് ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചില മാഗ്നറ്റ് വരുന്ന സമയത്ത് അത് കോണ്ടാക്റ്റ് ഓൺ ആകും. ഇതൊക്കെ എന്താ തകിടാന്ന് തോന്നുന്നു, എന്തോ ബോർഡിന്റെ ഡോറാന്ന് തോന്നുന്നു അല്ലേ? ഡോറിന്റെ കവറാണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായ വസ്തു കിട്ടുമ്പോൾ അതിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിന് പ്രത്യേകം നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇതിന്റെ പുറകില് ബാറ്ററി ഉണ്ട്, ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ചാർജ് ചെയ്യുന്ന ബാറ്ററി സ്വിച്ച് ഓൺ ആകുമ്പോൾ വർക്ക് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. മാഗ്നറ്റിക് സ്വിച്ച് വാങ്ങിക്കാൻ പറ്റും, പക്ഷേ അത് ചെറുതായിട്ടൊന്ന് വളച്ച് കഴിഞ്ഞാൽ തന്നെ ഗ്ലാസ് ട്യൂബാണ്, പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരുപാട് നാളാവും ഉണ്ടായിട്ട്, കുറേ നാളാവും. ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും 10-20 വർഷം വരെ പഴക്കമുള്ളതുണ്ട്. 20 വർഷം 10-15 വർഷം വരെ പഴക്കമുള്ളതുണ്ട്. അന്നത്തെ ആ രൂപത്തിലിരിക്കുന്നുണ്ട്, മാറ്റം വരുത്തിയിട്ടില്ല. ഇതൊരു ഡിജിറ്റൽ റെക്കോർഡറാണ്. അഞ്ഞി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോകും. അഞ്ഞിപ്പം സാറൊന്ന് പറഞ്ഞു, എന്തായാലും പറഞ്ഞു പോകും. ഹലോ, നമസ്കാരം. കിട്ടി. ചെറിയ ഡിജിറ്റൽ റെക്കോർഡർ. നമുക്ക് കുറച്ച് ഒരു മിനിറ്റത്തേക്കുള്ള ഡയലോഗൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് റെക്കോർഡാണ്, ഇത് പ്ലേ ആണ്. ഇതിൽ താത്തും കൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്ലേ ചെയ്ത് പോയിട്ട് പിന്നെ പുതുതായിട്ട് പറയുന്ന റെക്കോർഡാവും. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ റെക്കോർഡായിരിക്കും. ഇത് നമ്മൾ ഡിപ്പോയിൽ ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. നമ്മൾ ആരെങ്കിലും പള്ളി വിളിക്കാനുണ്ടെങ്കിൽ അവരെ മുമ്പ് കൊണ്ടൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. റെക്കോർഡ് ചെയ്ത് അവരെ മുമ്പ് കൊണ്ടൊന്ന് വെറുതെ ഓണാക്കി കൊടുത്താൽ മതി. ഇത് എത്ര കാലമായി ഉണ്ടാക്കിയിട്ട്? ഇതിപ്പം 1 വർഷത്തിൽ കൊടുക്കും. 1 വർഷം. ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ആക്രി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോക്സ്. ഇതും വേറൊരു ബോക്സാണ്, ബെല്ലിൻ്റെ കവറ്. ഇതൊക്കെ ചില ടിന്നുകൾ, അടപ്പ്. ഇത് സോൾഡറിംഗ് യൂണിൻ്റെ പിടിയാണ്. ഇതിലാണ് ഞാൻ ഇപ്പം മൈക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മൈക്രോഫോണാണ്, നമ്മൾ സംസാരിക്കുന്നത് പിടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു ഡിജിറ്റൽ റെക്കോർഡർ മോഡ്യൂളുണ്ട്. അതിപ്പം വിദ്യാർത്ഥികളൊക്കെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച് ചില ട്രെയിൻ പോണ സൗണ്ടൊക്കെ കുറച്ച് നേരത്തേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ പ്ലേ ചെയ്യുമ്പോൾ അത് വീണ്ടും കേട്ടോണ്ടിരിക്കും. എന്നെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ പഴയത് പോയിട്ട് പുതിയത് റെക്കോർഡാകും. പുതിയത് വരും.
അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടുള്ള ഒരു 19ഓളം പ്രോജക്റ്റുകളുണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന. അപ്പോൾ ഈ മോട്ടർ കറങ്ങുന്നതിന് വൈദ്യുതി നിയമമുണ്ട്. ഈ മോട്ടറിന് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഇത് കറക്കുന്നത്. ഉണ്ട്, കറക്കി വിട്ട് നോക്കിയാൽ കറങ്ങും. സ്പീഡിന് കറക്കിയാൽ മതി. തിരിച്ച് കറങ്ങിയാൽ തിരിച്ച് കറങ്ങും. ശരിയാണ്. ഇതും മ്യൂച്വൽ ഇൻഡക്ഷൻ പോലെയല്ല എങ്കിലും ഡൈനാമിക് എഫക്റ്റീവ് എന്ന് ഈ മോട്ടറിന് കറക്കും. പലരെയും സംശയമുണ്ട് ഇതിലൊരു ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ കറക്കി കഴിഞ്ഞാൽ കറങ്ങുമെന്നുള്ളത്. പക്ഷേ അങ്ങനെ കറങ്ങില്ല. ഈ ഇതിലൊന്ന് കിട്ടുന്ന കറണ്ട് തുച്ഛമായ വോൾട്ടായതുകൊണ്ട് ഈ ഒരു ചെറിയ മോട്ടറിനെ കറക്കാനുള്ള പവർ കിട്ടും. പക്ഷേ ഇത് കറക്കി കഴിഞ്ഞാൽ ഇതിനെ കറങ്ങണമെങ്കിൽ കൂടുതൽ കറണ്ട് വേണം. അങ്ങനെ കറങ്ങത്തില്ല. അപ്പോൾ ഇതും ഡി സി ആണ് ഔട്ട്പുട്ട്, ഇതും ഡി സി ആണ്. അതുകൊണ്ട് ഇത് കറക്കുമ്പോൾ ഡി സി വോൾട്ട് കിട്ടുകയും ചെയ്യും. ഇത് മോട്ടറാണെങ്കിലും കറക്കുമ്പോൾ ഡൈനാമോ പോലെ പ്രവർത്തിക്കും. അപ്പോൾ ആ ഡൈനാമോ വോൾട്ട് ഇതിനെ കറക്കും, ഇത് ഈ മോട്ടറിനെ കറക്കും. ഇതിൽ പുറകിൽ ബെൽറ്റൊന്നുമില്ല. സാങ്കല്പിക ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാങ്കല്പിക ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശരി. ഇത് ടൈമറാണ്. ഇതെന്താ ടൈമറാണോ? അതെ, ടൈമറാണ്. ഇപ്പോൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഇപ്പോൾ ടൈം കുറച്ച് വെച്ചേക്കാണ്, പെട്ടെന്ന് തന്നെ ഓണാവും. അതേപോലെ സമയം കൂട്ടി വയ്ക്കുകയാണ്. ഇത്തി കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം കഴിഞ്ഞേ വേണമാവുള്ളൂ. അതിപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞേ ഇത് വേണമാവുള്ളൂ, അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലേ വേണമാവുള്ളൂ. അപ്പോൾ ഇത് ഇലക്ട്രോണിക് ടൈമർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് കീ കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ടൈമറാണ്. അത്രയും സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് കുറേ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അത് തനിയെ ഓഫ് ആവണമെങ്കിൽ ഇത് ഈ ചാർജറിൽ കൊടുത്താൽ മതി, പവർ ഇതിൽ നിന്ന് എടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയം കഴിയുമ്പം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിന് ഇത് ഓഫ് ആകും. ഇത് നേരെ തിരിച്ചാണ്. ഇത് അത്രയും കഴിഞ്ഞാലേ ഓണാവുള്ളൂ. ഡിലേ ടൈമർ എന്ന് പറയും. ഓക്കെ. ഇപ്പോഴും മെക്കാനിക്കൽ ഇതായതുകൊണ്ട് ടൈമർ വേണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ടൈമർ നമ്മളെ വിപണിയിലുണ്ടോ? ടൈമറുണ്ട്. ടൈമർ വാങ്ങിക്കാൻ കിട്ടും. ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന ടൈമർ കിട്ടും. ചില ഫാനിൽ ഇതേപോലെ മെക്കാനിക്കൽ ടൈമർ നമ്മൾ കീ കൊടുത്ത് വെച്ചിരുന്നാൽ ഇതിലൊരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം അത് മെക്കാനിക്കൽ ടൈമറാണ്. ഇത് ഇലക്ട്രോണിക് ടൈമറാണ്. ഇതെന്താ റേഡിയോയുടെ നോബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ആ ടൈം ഡിലേക്ക് വ്യത്യാസം വരും. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും സെക്കൻഡുകളോ മണിക്കൂറോ മിനിറ്റുകളോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എന്താണ്? അതായത് കാണിക്കാം. ഡിഫറൻഷ്യൽ ഗിയർ എന്ന് കേട്ടിട്ടുണ്ട്? ഡിഫറൻഷ്യൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിൻ അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന ഈ ഒരു റാഡ് വഴിയാണ്. എന്നിട്ട് ഈ വീലിലോട്ട് ഡിഫറൻഷ്യൽ ഗിയറിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് വീലിലോട്ട് അത് ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം വണ്ടി വളച്ചു കഴിഞ്ഞാൽ ഈ 2 വീല് ഒരേപോലെ കറങ്ങി കഴിഞ്ഞാൽ ഒറ്റ ആക്സിസിലാണെങ്കിൽ വണ്ടി തിരിയത്തില്ല. എല്ലാവരും ആയിരിക്കും വണ്ടി വളച്ചു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് വീല് വളച്ചാൽ വണ്ടി വളയുമെന്നാണ് എല്ലാവരെയും ധാരണ. പക്ഷേ അങ്ങനെ വളയില്ല, വണ്ടി ഇരുന്ന് നിരങ്ങേ ഉള്ളൂ. അപ്പോൾ ഇടത്തോട്ട് വളയുമ്പോഴത്തേക്ക് ഈ വീല് കൂടുതൽ കറങ്ങുകയും ഇത് കുറച്ച് കറങ്ങുകയും വേണം. അപ്പോൾ ഇതിന് ഇതായിപ്പം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇതങ്ങനെ പിടിക്കുമ്പം ഇത് ഫ്രീ ആയി കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വളയുമ്പോഴത്തേക്ക് അവിടെ പിടുത്തം വരിക. അപ്പോൾ ഇതാ ഇതിൽ പിടിച്ചു കൊടുത്താൽ ഇത് നിൽക്കുകയാണ്. പക്ഷേ 2 വീലും പിടുത്തമുണ്ട്, അവിടെ നിൽക്കില്ല. അപ്പോൾ ഈ വളവ് വരുമ്പോൾ ഒന്ന് ഫ്രീ ആയി കൊടുക്കണം, ഓപ്പോസിറ്റിന് നല്ല പവറും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് അറിഞ്ഞൂടാ. കുട്ടികൾക്ക് വിചാരിക്കും വണ്ടി വളഞ്ഞാൽ. ഞാൻ പണ്ട് ഇത് പരീക്ഷണത്തിൽ കുട്ടി നാളിൽ ഒരേ ആക്സിസിൽ 2 വീല് ഘടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് വീല് വളയ്ക്കുമ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കറങ്ങുകൊണ്ട് വണ്ടി വളയില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഒന്നിൽ ഒരു വീലിരുന്ന് നിരങ്ങേ ഉള്ളൂ. വണ്ടി ശരിക്കും വളയണമെങ്കിൽ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ വണ്ടി സുഖമായിട്ട് വളഞ്ഞു വരുള്ളൂ. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പണ്ട്
ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് ഡിഫറൻഷ്യൽ ഗിയർ. അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇത് ചില ടോയിൽ നിന്ന് ഇളക്കിയെടുത്താണ്. അങ്ങനെ അത് കിട്ടിയോണ്ട് ഞാൻ ഇതിൻ്റെ ഒരു രൂപത്തിൽ തന്നെ ഇളക്കി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ ഇത് അഡീഷണൽ ഫിറ്റിങ്സിൽ വേറെ ഉണ്ട്. ഇത് ബാറ്ററി പവർഡാണ്. ബാറ്ററിയാണ്. അപ്പോൾ ചാർജ് ചെയ്ത് കാണിക്കാൻ പറ്റും. സാറേ, ഹലോ, ഞാൻ വെഞ്ഞാറമുണ്ട് സാർ. ഇല്ല, കഴിഞ്ഞില്ല, ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഇത് രണ്ടും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉരസുന്ന സമയത്ത് പരസ്പരം ചാർജുകൾ കൈമാറുന്നുണ്ട്. കൈമാറി ആ ഇലക്ട്രോണുകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലോട്ട് വരുന്ന സമയത്ത് അതിന് ചാർജ് ചെയ്ത കണങ്ങൾ വരുന്ന സമയത്ത് ചാർജ് ആകും. അതുകൊണ്ടാണ് നമ്മൾ ഉരസിയിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കുമ്പോൾ രോമങ്ങളൊക്കെ ചാടി പിടിക്കുന്ന. അത് യഥാർത്ഥത്തിൽ വൈദ്യുതിയാണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കണ്ടെത്തുന്ന ഉപകരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഹെഡിൽ 2 ലീഡ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബൾബിനകത്ത്. അത് ഇതിങ്ങനെ ഒരേ ചാർജ് ആകുന്നതുകൊണ്ട് ഗോൾഡ് ലീഫ് ഇങ്ങനെ വികർഷിച്ച് നിൽക്കും. അപ്പോൾ ഇതിനെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പാണ്. അതിൽ ടച്ച് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ടച്ച് ചെയ്യണ്ട, വളരെ ദൂരെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇതിലിപ്പോൾ ചാർജ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു നനവും തണുപ്പുള്ളതുണ്ട്. നല്ല വെയിലുള്ളപ്പോഴത് അവിടെ ദൂരെ നിന്നാൽ മതി. ഓക്കെ. ഇതിലുമുണ്ട്. ഇതിൽ നെഗറ്റീവ് ആയതുകൊണ്ട് കൊണ്ടുവിലമ്പില്ല, തിരിച്ചെടുക്കുമ്പോൾ ഉണ്ട്. ഇതിൽ പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവിലമ്പുണ്ട്. ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇത് സ്കൂളിലൊക്കെ ഇനിയിപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണമാണ്. എല്ലാ സ്കൂളുകളിലും നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്ന ഒരു ഉപകരണമാണ്. ഇതല്ല, ചില ഫോയിൽ ഉപയോഗിച്ചാൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ തണുത്തിരിക്കുകയാണ്. ഈ 50 പൈസയുടെ ചെറിയ കവറുണ്ടല്ലേ, അതിലാകുമ്പോൾ നല്ല എഫക്റ്റ് ആകും. പുതിയത് ഇത് പോസിറ്റീവ് ആണ്ട് ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നു. ഇത് നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ ഇല്ല, അത് തിരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പ്. പുത്തൂർ വയൽ. പുത്തൂർ വയലാണ് നമ്മുടെ ഡോഗ് സ്ക്വാഡിൻ്റെ അവിടെ. പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിൻ്റെ ഒക്കെ അടുത്താണ് ഇത് വരുന്നത് ഇല്ലേ? അതെ. ഇതെന്താ ചേട്ടാ? ഇപ്പോൾ 1 മിനിറ്റ് എടുക്കും ഇത് വർക്ക് ചെയ്യും. ഇത് നമ്മൾ തുണിക്കടയിലേക്ക് വരുന്ന സമയത്ത് ഡോറ് തനിയെ ഓപ്പൺ ചെയ്യൂലേ? അതെ. അപ്പോൾ ഇതിലൊരു സെൻസർ എന്ന് പറഞ്ഞാൽ PIR സെൻസറാണ്, പാസീവ് ഇൻഫ്രാറെഡ് മോഷൻ സെൻസർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് സെൻസ് ചെയ്താണ് ഇത് ഒരാൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പിന്നെ ബോഡി ടെമ്പറേച്ചർ ഇത് ഇൻഫ്രാറെഡ് വഴി സെൻസ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോൾ അത് വർക്കാവും. ഇതെന്താ, ബോട്ടിലാണോ? അത് ഒരു സ്പ്രേ കുപ്പിയുടെ, അതിനകത്തൊരു ചെറിയ മോട്ടറും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ പേനയുടെ അതിൻ്റെ കറക്കം അറിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കും. തനിയെ വർക്ക് ചെയ്യും. നമ്മളിങ്ങനെ അനങ്ങി കഴിഞ്ഞാൽ അത് വർക്കാവും. ഏത് പാതിരാത്രിയും നമ്മൾ ഇതിൻ്റെ അടുത്തൂടെ നടന്നു വരികയാണെങ്കിൽ ഇതിനെ അറിയാം. നമ്മൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അതെ. ഇവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമ്മൾ കയ്യോ കാലോ പൊക്കുന്നെങ്കിൽ അപ്പോഴേ എന്തെങ്കിലും അനക്കി കഴിഞ്ഞാൽ ചലനം കിട്ടണം, ആ മോഷൻ ഉണ്ടാകുമ്പോൾ അത് വർക്ക് ചെയ്യും. ഒരു പിന്നെ സെക്യൂരിറ്റി സംവിധാനം എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. വീട്ടിൻ്റെ ബാക്കിലൊക്കെ വെച്ചിരുന്നാലേ പതുങ്ങി വരുന്നു കഴിഞ്ഞാൽ ഏത് ഇരട്ടത്തൊന്നു കഴിഞ്ഞാലും ഈ ഒരു ഭരണത്തിലൂടെ അറിയാൻ പറ്റും.
കള്ളന്മാരെയൊക്കെ പിടിക്കാൻ. അതെ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അനയും കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാനേ പറ്റും. ഒരു ചലനം ചലനം ഉണ്ടാകുമ്പോൾ അത് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യും. ഉണ്ട്. ഇത് ഒരു സെക്യൂരിറ്റി സംവിധാനമാണ്. അതുപോലെ ഇത് വേറൊന്നാണ്. ഇതും സെക്യൂരിറ്റി സംവിധാനം. അതൊന്ന് ശകലം ഒന്ന് മാറി ഇങ്ങോട്ടൊന്ന് കിടന്നു നോക്കിയാൽ ഇനി ഒരാൾ നിഴലെട്ടിയാൽ മതി. ഇത് ഡോറൊക്കെ വേണമെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. മെക്കാനിക്കൽ റിലേ ആണ്. ഇതുണ്ടാക്കിയിട്ട് 20 വർഷമാവും. 20 വർഷം പഴക്കമുണ്ട്. പണ്ട് കൈ കിട്ടിയ ഒരു എമർജൻസിയുടെ കവറാണിത്. അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ അത് സൂക്ഷിച്ച് വെച്ചതാണ്. ഈ ബെല്ലും മോട്ടറും എല്ലാം ഇതിനു വേണ്ടി ഉണ്ടാക്കിയാണ്. മോട്ടറാണിത്, ബെല്ലല്ല ഇത്. ഇത് കറങ്ങുമ്പോൾ ഇതിലൊന്നും അടിക്കുക. ഈ ചെറിയ ചുറ്റി വെച്ചേക്കണം. ഓക്കെ. പ്രകാശം മറയുമ്പോൾ ആ പ്രകാശം നോർമൽ ലൈറ്റ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പം അങ്ങോട്ട് തിരിച്ചു വെച്ചിരുന്നാൽ അവിടെ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വലിയ ഉണ്ട്. ചേട്ടാ ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇറക്കി വെച്ചേക്കുന്ന ഒരു പൈപ്പാണ്. സ്വിച്ച് ഇടുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആകും. അപ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന ഫീൽഡ് കറണ്ട് ഇതിലോട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇതിൽ ഷോർട്ട് ആവും. നേരത്തെ എഡ്ഡി കറണ്ടിൻ്റെ കാര്യം പറഞ്ഞാണത്. ഇതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോഴാണ് ആ ഫീൽഡിൽ നിന്ന് തെറിച്ച് പോകുന്നത്. ഇത് പഴയ ബെല്ലിംഗ് മെഷീൻ്റെ കവർ. മെഷീൻ വേറെ ക്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ഡാമേജ് ഒന്നുണ്ട്. ഇതെന്താ? ഇത് DC മോട്ടറിൻ്റെ പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ ഉപകരണം. വർക്ക് ചെയ്യുന്നത് കുറേ നാളായി. ഇനി ഇത്തിരി ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമുക്ക് ഇതും കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഇത് ഈ ബോർഡ് ബോർഡിന് മുമ്പ് ഇതുകൊണ്ട് ഇതിലൊന്നും തൊട്ട് ഒരു ചെറിയ ചിത്രശലഭം പറക്കുന്നത് പോലെ ആണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഇത് കുട്ടികൾക്ക് നമുക്ക് വലിയ കുട്ടികളെ കാണിക്കുന്നതൊക്കെ തന്നെ കൊച്ചു കുട്ടികൾക്ക് ഒരു ശാസ്ത്ര കൗതുകം ഉണ്ടാക്കാൻ വേണ്ടി പല പല സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ സാധനം. അപ്പോൾ ഇവിടെ തൊടുന്ന സമയത്ത് ഒരു ചിത്രശലഭം പറന്ന് കളിക്കും.
ഇലക്ട്രോണിക് കാറ്റർപില്ലർ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് കാറ്റർപില്ലർ. ഓക്കെ. ഇതിൽ ഓരോ ഉപകരണത്തിന് ഓരോ പേര് കാറ്റർപില്ലർ എന്ന് പറയുമ്പോൾ ചിത്രശലഭത്തിൻ്റെ കുഞ്ഞിനെയാണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. ആണ്. ഓക്കെ. അപ്പോൾ അത് ഞാനൊന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഒന്ന് ടച്ച് ചെയ്താൽ മതി, കുറച്ച് നേരത്തേക്ക് അത് കുറച്ച് ആണല്ലേ, തനിയെ അങ്ങ് ഓഫാവും. പിന്നെ ഇത് ചെമ്പ് പൂശുന്ന ഇലക്ട്രോലൈറ്റ് കെമിക്കൽ ചെമ്പ് പൂശമല്ലേ, ഇലക്ട്രോ പ്ലേറ്റിങ്. അപ്പോൾ ഇതിൽ ഈ ലായനി കലക്കി ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെമ്പിൽ നിന്ന് ഈ ഇരുമ്പിലോട്ട് ഇത് ചെമ്പ് പൂശെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇത് കലക്കണം, വെള്ളത്തിൽ കലക്കണം. ഇവിടെ ചെറിയ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അത് റെഗുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ ഈ വെള്ള പ്രകാശം എന്ന് പറയുന്നത് റെഡും ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോഴാണ് വെള്ളമാകുന്നത്. റെഡും അതായത് പ്രൈമറി കളറിൽ നിന്ന് സെക്കൻഡറി കളർ ഉണ്ടാകുന്ന ഒരു ഉപകരണമാണ്. അതിപ്പം ബ്ലൂ കൂടെ കൊടുക്കുമ്പോഴാണ് അത് തനി വെള്ളമായിട്ട് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ നിഴൽ ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. കളർ സ്കോപ്പ് എന്ന് പറയും, ഇലക്ട്രോണിക് കളർ സ്കോപ്പ്. കളർ സ്കോപ്പ് അതായത് കളർ ടി വിയിലൊക്കെ റെഡ് ഗ്രീൻ ബ്ലൂ, അതായത് പ്രൈമറി കളർ ചെന്നാണ് മൾട്ടി കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കളറിൻ്റെ വേരിയേഷൻ കൊണ്ട് എല്ലാ കളറും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വെള്ള തന്നെ ഉണ്ടാകുന്ന വെള്ളപ്രകാശം ഇതിൽ നിന്ന് പോകുന്നില്ല, വെള്ള തോന്നിക്കുന്നതാണ്. ഈ ബ്ലൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം റെഡ് ഇപ്പോൾ ഒരു മഞ്ഞ കളർ പോലെ കാണിക്കുന്നില്ലേ, ഇതിപ്പോൾ ഓറഞ്ച് ആയില്ലേ. ഓറഞ്ച്, മഞ്ഞ. ഇപ്പം ഈ നീല കൊടുത്തു കഴിഞ്ഞാൽ മജന്തയാവും. ഇപ്പോൾ റെഡും ബ്ലൂവും കൂടെ ചേർന്ന് ഒരു മജന്ത കളറ്, അതിൽ ഗ്രീനും കൂടെ ചെല്ലുമ്പം വെള്ളയാവും. പിന്നെ കറുത്ത കളർ ഇതിൽ ഇരട്ടത്ത് നല്ലപോലെ അറിയാൻ പറ്റും. കറുപ്പെന്ന് പറഞ്ഞ കളറ് പ്രകാശം. പ്രകാശം ഇല്ലാത്ത അവസരത്തിൽ ബ്ലാക്ക് കളർ ഉണ്ടാവും. ബ്ലാക്ക് കളർ. ആ ഒരു ദിശയിൽ തന്നെ നിൽക്കൂലേ, അവിടെ തന്നെ നിൽക്കുന്നത്. ഇത് പണ്ടത്തെ ഒരു ആവി എഞ്ചിൻ്റെ പ്രവർത്തനം കാണിക്കുന്ന ഒരു ഉപകരണം. സ്റ്റീം എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം കാണിക്കുന്ന ഉപകരണമാണ് സ്റ്റീം എഞ്ചിൻ. ഇത് ഉണ്ടാക്കി 10-20 വർഷമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ട്. പിന്നെ കളയാതെ വെച്ചേക്കുന്നത് കുട്ടികളെ കാണിക്കാൻ വേണ്ടി. ഇത് വെള്ളം ഇവിടെ വന്ന് ഹീറ്റിംഗ് ചേമ്പറിൽ വഴി ചൂടാക്കി. സാധാരണ കൽക്കരിയാണ് ഉപയോഗിച്ചത്. കൽക്കരി ചൂടാക്കി അതിൻ്റെ സ്റ്റീം ഇവിടെ വന്നിട്ട് ഈ പിസ്റ്റനകത്തോട്ട് കയറും. സിലിണ്ടറിനകത്ത് കയറി സിലിണ്ടറിൻ്റെ പിസ്റ്റൻ ക്രാങ്ക് ഷാഫ്റ്റും വീലും കൂടെ ചേർന്നുള്ള സംവിധാനമാണ് മറ്റേ പഴയ ലോക്കോമോട്ടീവിൽ കാണുന്നത്. ആ പഴയ ലോക്കോമോട്ടീവ് മോട്ടറിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം കാണിക്കുന്ന ഒരു ഉപകരണം. ചൂടായി വരുന്ന സമയത്ത് വർക്കാവും. ഓക്കെ.
ഇതൊരു സെമി വർക്കിംഗ് മോഡൽ വർക്കായിക്കൊണ്ടിരിക്കും. അതെ അതെ. ഇപ്പം നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ 6 കാളമുണ്ട്. ഈ 6 കാളത്തിൽ ചിലപ്പോൾ 2 കാളത്തിലേ നിങ്ങളെ വയസ്സ് കാണുള്ളൂ, ചിലപ്പോൾ 3 കാളത്തിൽ കാണും. വേണമെങ്കിൽ നോക്കിക്കൊള്ളേ. ഇതിലുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിലാണുള്ളത്. ഇതിലില്ല. അതിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇതിൽ പെട്ടെന്ന് ഇവിടെ നോക്കി പറഞ്ഞാൽ അതിലുണ്ട്. ഇതിലുണ്ട്. അതിൽ ഇല്ല. ഇല്ല, അതിൽ കാണും. ഇതിലുണ്ടോ? ഇത് 6 കാളമുണ്ട് മൊത്തം. അതായത് തൊട്ട് താഴത്തെ അല്ലേ? ഇല്ല. ഇതിലുണ്ട്. ഉണ്ട്. അതിലുണ്ട്. ഉണ്ട്. ഓക്കെ, അതിലില്ല. 19 വയസ്സാ? അല്ല, 27. അപ്പോൾ ഇതിൽ കാണുമല്ലേ? 28, 27 അതിലില്ല. അതിലുണ്ട്. ഉണ്ട്. ഉണ്ട്. എല്ലാവരും 24, 26, 27 ഇത് രണ്ടാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. നിങ്ങൾ അതിലില്ലെന്ന് പറഞ്ഞു, അതാണ് 19 എന്ന് പറയുന്നത്. എൻ്റെ ഭാഗത്ത് പറ്റി തെറ്റാണ്. 8 വയസ്സ് കുറഞ്ഞ് പെട്ടെന്ന്. 8 വയസ്സ് കുറച്ച്. ചേട്ടൻ സത്യത്തിൽ ഈ ലോകത്ത് തന്നെയാണോ പൂർണ്ണമായി? ഈ ലോകത്ത് തന്നെയാണ്. ഈ ലോകത്ത് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ദോഷങ്ങളുണ്ട്. കാരണം എനിക്ക് വേറെ മറ്റ് ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് വേറെ വരുമാനം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ എൻ്റെ പൂർണ്ണ താല്പര്യം ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത് ചില സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാനും പരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പരീക്ഷണ വസ്തുക്കളാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ക്രിസ്റ്റൽ, ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ ഇതേപോലെ ക്രിസ്റ്റലുണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ഉപകരണവും ഉണ്ടായിരിക്കും. അത് ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണാം. പക്ഷേ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്വാർട്സ് എന്നാണ് ഇതിൻ്റെ പേര്, ക്വാർട്സ്. അപ്പോൾ ക്വാർട്സ് വാച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഓസിലേഷൻ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ ഇതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ മിക്കവാറും ചിലതിലൊന്നും വർക്കാവില്ല. അപ്പോൾ ഇത് വർക്കാവുന്നത് കൊണ്ടാണ് ഇതിലറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ചെറിയ വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. ഈ വോൾട്ടേജിനകത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ ആറ്റം മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഇത്രയും മെഗാഹെർട്സ് ആണെന്നുള്ളത്. അപ്പോൾ അത്രയും ഫ്രീക്വൻസി ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓസിലേഷൻ അത് ആ യൂണിറ്റിൽ അറിയാൻ പറ്റും. വീട്ടുകാരൊക്കെ ഇതിനൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ടാണോ ചേട്ടൻ? വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പിന്നെ വരുമാനം കുറയുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ അതൃപ്തി ഉണ്ട്. ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നില്ല, അത് ഉറപ്പാണ്. അവർ ഇതേപോലുള്ളത് കണ്ടില്ലെന്ന് നടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പല യൂണിവേഴ്സിറ്റിയിലും പല പരിപാടിക്കും പല ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഒരുപാട് കുട്ടികൾക്ക് പ്രസൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അത് ഹൈ യൂണിവേഴ്സിറ്റിയിൽ പോയി കേരളത്തിന് സ്റ്റേറ്റിന് വെളിയിൽ പോകുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കുന്നവരെ കുറിച്ച് അവർ നോക്കുന്നില്ല. ആ വിദ്യാർത്ഥി ഉണ്ടാക്കിയ അല്ലെന്നും അവർക്കറിയാം, പക്ഷേ അവർ അതിനങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാകുന്നത്. നമ്മൾ ഉണ്ടാക്കി വരുന്ന സാധനങ്ങൾ അതിൻ്റെ സാങ്കേതികമായ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം കേരളത്തിൻ്റെ തന്നെ ശാസ്ത്ര ഉപദേഷ്ടാവെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ ഇത് അവതരിപ്പിച്ചിട്ട് പോലും എന്താണെന്ന് പോലും ഇത് നമ്മൾ വെളിയിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ അവർ പരിഗണിക്കില്ല. കണ്ടില്ലെന്നടിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇത് ഞങ്ങളെപ്പോലെ ഇതേപോലെ ശാസ്ത്ര പരീക്ഷണം നടത്തുന്ന ഒരുപാട് വ്യക്തികൾ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്, കേരളത്തിൻ്റെ അകത്ത് പല ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ഈ റൂറൽ ഇന്നോവേറ്റേഴ്സ് മീറ്റ് അതേപോലുള്ള ഇതിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുകയും അങ്ങനെയുള്ളവരെ പരിചയപ്പെടുകയും ചെയ്യും. പക്ഷേ അവർക്കാർക്കും ഒരു ഗുണവും കിട്ടുന്നില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് ഈ ഗ്രാസ് റൂട്ട് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്ന വസ്തുക്കൾ കോപ്പി അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. തെങ്ങ് കയറുന്ന യന്ത്രം ഉണ്ടാക്കിയ ഒരാളാണ്, അയാൾ ആരുമല്ല എന്ന്. പക്ഷേ അത് യൂണിവേഴ്സിറ്റി കണ്ടെത്തി അവർ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അവരുണ്ടാക്കിയതായിട്ട് വരുത്തി തീർത്ത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ
ഉണ്ടാക്കുന്ന ആൾ അവരെ പിന്നെ പ്രത്യേക ഒരു ലോബി തന്നെ ഉണ്ടെന്ന് പറയും. അവരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അത് സത്യമാണ്. അത് ആ ഒരു രീതി മാറണം. ഗവൺമെൻറ് അങ്ങനെയുള്ളവരെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് നല്ല കഴിവുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷേ അവരൊന്നും ആരുമായി തീരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അവരെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ വയനാട്ടിൽ ഞാൻ ഇത് അവതരിപ്പിച്ചപ്പം എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇത് അവതരിപ്പിക്കാനുള്ള വേദി തന്നില്ല. പക്ഷേ അവിടുത്തെ ഓഫീസർമാർ ഇത് കണ്ടിട്ട് പറയാം, നിങ്ങളെപ്പോലെ അവതരിപ്പിക്കാനുള്ള ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള ഇത് ചാൻസ് തന്നില്ലേ, പിന്നെ ഇത് ആർക്കും കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ പങ്കെടുത്തോളൂ എന്ന് പറയും. പക്ഷേ എനിക്ക് പ്രത്യേക റൂമെല്ലാം അവർ തന്ന് തിരിച്ചു വരാനുള്ള ബസ് കൂലി കൊടുക്കാൻ പിന്നെ എനിക്കവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ തന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനലുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിഗണന കിട്ടുന്നില്ല. അത് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇതെല്ലാം ലാഭേച്ഛ കൂടാതെ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? ലാഭേച്ഛ എന്ന് പറയുമ്പോൾ ഇതുണ്ടാക്കി എനിക്കൊരു കുറച്ച് പൈസ ഉണ്ടാക്കണം, എൻ്റെ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇതത്രയും ഉണ്ടാക്കിയിട്ടുള്ളതും. ഈ കളക്ട് ചെയ്യുന്ന ഇതൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. എന്തായാലും ചേട്ടൻ്റെ ലോകം എന്ന് തന്നെ പറയുന്നത് ഈ ഒരു മുറിയാണ്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ചേട്ടൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ്, വളർന്നു വരുന്നവരെയാണ് നമ്മുടെ സർക്കാരും പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നതാണ് ചേട്ടനും പറഞ്ഞു വയ്ക്കുന്നത്. പൊതുസമൂഹവും അതുതന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.